ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് ക്ലാസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 6 വിത്ത് ദ ടൈംസ് ആണ്. 24 hour ഫോമാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ശേഷം അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്ക് ത്രൂ ദ കലണ്ടറിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കലണ്ടറിലേക്ക് പോകുന്നതിന് മുൻപായി കലണ്ടറിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾക്കറിയാം കലണ്ടറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ കാണുന്നത് എന്താ, കുറെ മാസങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണുള്ളത്? അപ്പൊ നിങ്ങൾക്കറിയാം 1 ഇയറിൽ 12 മന്ത് ആണുള്ളത്, 12 മാസങ്ങളാണുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ മാസത്തിന്റെ പേരുകൾ? അതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളുണ്ട്. 12 മാസങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഒരു മാസം ആവുന്നത് അല്ലേ. എത്ര ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഒരു മാസം ആവുന്നത്? ചിലപ്പോൾ അത് 31 ആവാം, ചിലപ്പോൾ അത് 30 ആവാം, ചിലപ്പോൾ 29 or 28 ആവാം അല്ലേ. അപ്പോൾ 30 ഡേയ്സ് വരുന്ന മാസങ്ങളുണ്ട്, 31 ഡേയ്സ് വരുന്ന മാസങ്ങളുണ്ട്, 29, 28 വരുന്ന മാസങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് മന്ത്സ് ഹാവിങ് 31 ഡേയ്സ്, 31 ദിവസങ്ങൾ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നിങ്ങൾക്കറിയാം, ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആൻഡ് ഡിസംബർ. ഇത്രയും മാസങ്ങളിലാണ് 31 ദിവസം ഉള്ളത്. ഇനി ചില മാസങ്ങളിൽ 30 ദിവസമേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഇനി ഇത് രണ്ടിലും പെടാത്ത ഒരാളുണ്ട്, ഒരു മാസമുണ്ട്. അതേതാ? ഫെബ്രുവരി അല്ലേ. ഫെബ്രുവരിയിൽ 30 ദിവസം ഉണ്ടോ? ഇല്ല. 31 ദിവസം ഉണ്ടോ? ഇല്ല. അപ്പൊ എത്രയേ ഉള്ളൂ? ചില വർഷങ്ങളിൽ 29 ആവാം, ചില വർഷങ്ങളിൽ 28 ആവാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫെബ്രുവരിയിൽ ചില സമയത്ത് 29 അല്ലെ 28 കാണുന്നതിന്റെ കാരണം എന്തായിരിക്കും? അപ്പം ചിലർക്കെങ്കിലും അറിയാം. അതിന്റെ കാരണമാണ് ലീപ് ഇയർ അല്ലെ, മലയാളത്തിൽ അതിനെ അതിവർഷം എന്ന് പറയും. അപ്പൊ ലീപ് ഇയറിൽ എന്താണ് സംഭവിക്കുന്നത്? ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുതൽ കാണും അല്ലേ. അല്ലാത്ത വർഷങ്ങളിലൊക്കെ ഫെബ്രുവരിക്ക് 28 ദിവസമേ ഉള്ളൂ. പക്ഷെ ലീപ് ഇയറിൽ മാത്രം ഫെബ്രുവരിക്ക് എത്ര ദിവസം കാണും? ഒരു ദിവസം കൂടെ കൂടുതൽ കാണും, അതായത് 29 ദിവസം കാണും. അതായത് ലീപ് ഇയറിൽ ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ കാണും. അല്ലാത്ത വർഷങ്ങളിലെല്ലാം ഫെബ്രുവരിക്ക് 28 ദിവസങ്ങളെ കാണുള്ളൂ. ഇനി ഏതൊക്കെ വർഷങ്ങളാണ് ലീപ് ഇയർ? എല്ലാ വർഷവും ലീപ് ഇയർ ആണോ? അല്ല, ചില വർഷങ്ങൾ മാത്രമേ ലീപ് ഇയർ ഉള്ളൂ. എത്ര വർഷം കൂടുമ്പോഴാണ് ലീപ് ഇയർ ആവുന്നത്? അല്ലെ, എന്താണ് ലീപ് ഇയർ? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ലീപ് ഇയർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നതിന് മുൻപായി ഒരു ചോദ്യം. അപ്പം നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? ആ സമയമാണ് ഒരു വർഷം അല്ലേ. ആ ഒരു വർഷം എന്ന് പറയുന്നത് എത്ര ദിവസം കൂടുന്നതാണ്? 365 ദിവസങ്ങൾ കൂടുന്നതാണ്. അതായത് 1 ഇയർ എന്ന് പറയുന്ന സമയമാണ് ഭൂമി ഒരു തവണ സൂര്യനെ വലം വെക്കുന്നത്, അല്ലെങ്കിൽ റെവല്യൂഷൻ. ആ സമയം 1 ഇയർ എന്ന് പറയുന്ന സമയം 365 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ആക്ച്വലായിട്ടും 365 ഡേയ്സും കൂടെ ഒരു 6 മണിക്കൂറും കൂടെ എടുത്താണ് നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഈ 6 hours അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 6 hours മാറ്റി നിർത്തി 365 ഡേയ്സ് എന്നേ നമ്മൾ പറയാറുള്ളൂ. ഒരു വർഷം എന്ന് പറയുന്നത് 365 ഡേയ്സേ പറയാറുള്ളൂ. പക്ഷെ എന്തും കൂടെ ഉണ്ട്, 6 hours കൂടെ ഉണ്ട്. ഇനി അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും എത്ര തന്നെ വേണം? 365 ഡേയ്സ് മതിയോ? പോരാ, കൂടെ ഈ 6 hours വേണം അല്ലേ. അപ്പം അങ്ങനെ ഒരു 4 വർഷം കൂടുമ്പം എന്തായിട്ട് മാറും? ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ വർഷത്തെ ഒരു 6 hours കിടക്കുന്നു, രണ്ടാമത്തെ വർഷത്തെ 6 hours, അതുപോലെ മൂന്നാമത്തെ വർഷത്തെ 6 hours, നാലാമത്തെ വർഷത്തെ 6 hours. അപ്പം നമ്മൾ ഈ 6 hours മൈൻഡ് ചെയ്യാതെ പോവാ. ഈ 365 ഡേയ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ 6 hours ഇവിടെ കിടപ്പുണ്ട്, അതിനെ അവോയ്ഡ് ചെയ്തേക്കുന്ന ഈ 6 hours കിടപ്പുണ്ട്. അത് 4 വർഷം കൂടുമ്പോൾ 4 6 hours ആയി അല്ലേ. അപ്പൊ ഇതേ ഈ 4 6 hours എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ടോട്ടൽ എത്ര അവർ ആയി? 6 times 4 വരുമ്പോൾ ദാറ്റ് ഈസ് 24 hours ആയിട്ട് മാറും. അതായത് 4 വർഷം കൂടുമ്പം ഈ 6 മണിക്കൂറുകൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ ഈ 6 മണിക്കൂറുകളെല്ലാം കൂടെ കൂടി 24 hours ആയിട്ട് മാറും. 24 hours എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? ഒരു ദിവസം ഉണ്ട് അല്ലേ. ഇപ്പൊ 24 hours എന്ന് പറയുന്നത് 1 day ആയിട്ട് മാറി. അതായത് 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസം അവിടെ എക്സ്ട്രാ ആയിട്ട് വരും. ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ദിവസത്തിനെയാണ് നമ്മൾ ഫെബ്രുവരിയിലെ 29ാമത്തെ ദിവസമായിട്ട് കയറ്റുന്നത്. അപ്പൊ എത്ര വർഷം കൂടുമ്പോഴാണ് ലീപ് ഇയർ വരുന്നത്? ഇതിൽ നമുക്ക് മനസ്സിലായി 4 വർഷം കൂടുമ്പോഴാണ് ലീപ് ഇയർ വരുന്നത്.
അപ്പോൾ അതായത് 4 6 hours ആഡ് ചെയ്യുമ്പോഴാണ് 24 hour ആവുന്നത്, അതായത് 1 day ആവുന്നത്. അപ്പോഴാണ് ഫെബ്രുവരിയിൽ 29 വരുന്നത്. അല്ലാത്ത അപ്പം 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയേഴ്സ് വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വർഷങ്ങളിലെല്ലാം ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളേ ഉള്ളൂ. 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ 29 ഡേയ്സ് വരുന്നതിൻ്റെ കാരണം ഇതാണ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്താ നമ്മൾ പഠിച്ചു. ഇനി ഒരു ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ സാധാരണ വർഷം, ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷം. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2 ടേബിളായിട്ട് ആദ്യത്തെ ടേബിളിൽ ഓർഡിനറി ഇയറും രണ്ടാമത്തെ ടേബിളിൽ ലീപ്പ് ഇയറും കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡിനറി ഇയർ എന്ന് പറയുമ്പം എത്ര ദിവസമാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 365 ഡേയ്സ്. 365 ഡേയ്സ് ആണ് ഓർഡിനറി ഇയർ. കാരണം ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലീപ്പ് ഇയറിൽ എന്താണ് വ്യത്യാസം? ഇവിടെ 365 ഡേയ്സ് ആണോ? അല്ല, 366 ഡേയ്സ് ഉണ്ട്. കാരണം എന്താണ്? ഫെബ്രുവരിയിൽ ഒരു ഡേ എക്സ്ട്രാ വന്നു, ദാറ്റ് ഈസ് 29 ഡേയ്സ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ് നമുക്ക് നോക്കാം. സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് ഓൺ ദ സെയിം ഡേ. അതായത് ഒരു സാധാരണ വർഷമാണെങ്കിൽ, ഓർഡിനറി ഇയർ ആണെങ്കിൽ ജനുവരി 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിസംബർ 31 ആണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 1-ാം തീയതിയും ഡിസംബർ 31-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ജനുവരി 1-ാം തീയതി മൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്ത് തന്നെയായിരിക്കും? മൺഡേ ആയിരിക്കും. ജനുവരി 1-ാം തീയതി ട്യൂസ്ഡേ ആണെങ്കിൽ ഡിസംബർ 31 ട്യൂസ്ഡേ ആയിരിക്കും. അതുപോലെ അതാണ് പറഞ്ഞത്, ഓർഡിനറി ഇയർ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസവും, അതായത് ജനുവരി 1-ഉം എൻഡ് ചെയ്യുന്ന ദിവസം ഡിസംബർ 31-ഉം സെയിം ഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലീപ്പ് ഇയറിൽ എന്താണ് വ്യത്യാസം? ലീപ്പ് ഇയറിൽ വരുന്നത് ഇപ്പം ജാനുവരി 1, ഫോർ എക്സാമ്പിൾ തുടങ്ങുന്ന ദിവസം ജാനുവരി 1 ആണ്, അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഡിസംബർ 31. ഫോർ എക്സാമ്പിൾ ജാനുവരി 1 മൺഡേ ആണെന്ന് വിചാരിക്കുക. ജാനുവരി 1 മൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്തായിരിക്കും? മൺഡേ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഡേ, ദാറ്റ് ഈസ് ട്യൂസ്ഡേ ആയിരിക്കും. അതായത് ഒരു ദിവസം എക്സ്ട്രാ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ജാനുവരി 1 മൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. ഇനി ജാനുവരി 1 ട്യൂസ്ഡേ ആണെങ്കിലോ ലീപ്പ് ഇയറിൽ ഡിസംബർ 31 എന്തായിരിക്കാം? വെനസ്ഡേ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്തത്, ഒരു ഓർഡിനറി ഇയറിൽ ടോട്ടൽ 52 വീക്സും 1 ഡേയും കൂടെ ഉള്ളൂ. അപ്പോൾ 52 വീക്സ് ഉണ്ട്, അതായത് 52 ആഴ്ചകളുണ്ട്. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ഡേയ്സ് ഉണ്ട്. അപ്പം ഒരു വീക്കിൽ 7 ഡേയ്സ് ഉണ്ട്. അതുപോലെ 52 വീക്സ് ഉണ്ട്. 52 വീക്സും പ്ലസ് ഒരു ഡേയും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ലീപ്പ് ഇയറിൽ ഒരു ദിവസം കൂടെ എക്സ്ട്രാ വരും. അപ്പോൾ ഈ 52 വീക്സ് 1 ഡേയുടെ കൂടെ വീണ്ടും 1 ഡേയും കൂടെ വന്ന് 52 വീക്സും 2 ഡേയ്സും ആണ്. അപ്പോൾ ഇത്രയുമാണ് ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും തമ്മിലുള്ള മേജർ ഡിഫറൻസസ്. ഇത് നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലണ്ടേഴ്സിനെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തേത് ജോർജിയൻ കലണ്ടർ. ജോർജിയൻ കലണ്ടർ ഓൾസോ നോൺ ആസ് ഇംഗ്ലീഷ് കലണ്ടർ. നമ്മൾ സാധാരണയൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടറാണ് ഇംഗ്ലീഷ് കലണ്ടർ ഓർ ജോർജിയൻ കലണ്ടർ. അടുത്ത കലണ്ടറാണ് കൊല്ലവർഷ. കൊല്ലവർഷ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാള മാസങ്ങൾ വരുന്ന ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഇങ്ങനെയുള്ള മലയാള മാസങ്ങൾ വരുന്ന കലണ്ടറാണ് കൊല്ലവർഷ. അതുപോലെ മറ്റൊരു ടൈപ്പ് കലണ്ടറാണ് ഹിജറ വർഷ. അതുപോലെ വേറൊരു കലണ്ടറാണ് ശകവർഷ. അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് കലണ്ടറിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. പേജ് നമ്പർ 78 നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ കലണ്ടർ ഫോർ ദിസ് ഇയർ. ഹൗ മെനി ഡേയ്സ് ഡസ് ഫെബ്രുവരി ഹാവ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ വർഷത്തെ കലണ്ടർ, അതായത് 2024 കലണ്ടർ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 2024 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണോ ലീപ്പ് ഇയർ ആണോ? നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്കറിയാം 2024 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ഇനി ഇത് അറിയത്തില്ല എങ്കിൽ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ 2024-നെ നിങ്ങൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ലീപ്പ് ഇയർ ആണെന്നാണ്. അപ്പോൾ നമുക്ക് 2024-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 508 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. ഇത് പോയിന്റ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടായിരിക്കും? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ 29 ഡേയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആൻസർ, 29 ഡേയ്സ്. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലീപ്പ് ഇയർ?
അതായത് 2024 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ലീപ്പ് ഇയർ ഏത് വർഷമായിരിക്കും ഉണ്ടാവുന്നത്? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലീപ്പ് ഇയർ എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പോഴാണ് വരുന്നത് അല്ലേ. അപ്പം 2024 ഒരു ലീപ്പ് ഇയർ ആണ്. ഇനി അടുത്ത ലീപ്പ് ഇയർ കാണാൻ വേണ്ടിയിട്ട് 2024 + 4, അതായത് നെക്സ്റ്റ് ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2024 4 ആഡ് ചെയ്യണം. അപ്പോൾ ഏത് വർഷം കിട്ടും? 2024 + 4 2028 ആണ് നെക്സ്റ്റ് ലീപ്പ് ഇയർ. മൂന്നാമത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മന്ത്സ് ഓഫ് ദിസ് ഇയർ ഹാവ് 5 Mondays? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാണ്, ഈ വർഷത്തെ അതായത് 2024 ഏതൊക്കെ മാസങ്ങൾക്കാണ് 5 Mondays വരുന്നത്? അപ്പോൾ അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കലണ്ടർ എടുത്തു. നോക്കിയേ, ഒരു കലണ്ടർ ഇവിടെ എടുത്തു. ഈ കലണ്ടറിൽ എത്ര മൺഡേസ് ഉണ്ടെന്ന് എണ്ണി നോക്കി. അപ്പം നമുക്കറിയാം ആദ്യം വരുന്നത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇവിടെ ആണല്ലോ മൺഡേ വരുന്നത്. അപ്പം എത്ര മൺഡേ ഉണ്ടെന്ന് എനിക്ക് 1 2 3 4 5. ഇവിടെ 5 Mondays ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ 5 Mondays ഉണ്ട്. ഇതുപോലെ ഏതൊക്കെ മാസങ്ങളിലാണ് 5 Mondays വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ എല്ലാവരും 2024 കലണ്ടർ ചെക്ക് ചെയ്ത് 5 Mondays വരുന്നത് ഏതൊക്കെ മാസങ്ങളാണെന്ന് കണ്ടുപിടിക്കണം. 2024 കലണ്ടർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജാനുവരി, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ, ഈ 5 മാസങ്ങളിലാണ് 5 Mondays വരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ 2024 കലണ്ടർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജാനുവരി, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 4th ക്വസ്റ്റ്യൻ, in a certain year there were 5 Wednesdays in October but only 4 Thursdays. What day of the week was the 1st of October that year? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പ്രത്യേക വർഷം ഒക്ടോബറിൽ 5 വെനസ്ഡേയും 4 തേഴ്സ്ഡേയുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡേ ഓഫ് ദി വീക്ക് വാസ് ദ 1st of October? ഒക്ടോബർ 1st എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 1-ാം തീയതി ഏത് ഡേ ആണ്? മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ, ഏത് ഡേ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്ലൂ ഇതാണ്, ഒരു പ്രത്യേക വർഷത്തിൽ ഒക്ടോബറിൽ 5 വെനസ്ഡേയും 4 തേഴ്സ്ഡേയും ഉണ്ട്. അപ്പം നമുക്ക് അത് വരുന്നത് പോലെ ഒരു കലണ്ടർ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഒക്ടോബർ മാസത്തിലെ ഡേറ്റുകളൊക്കെ വരച്ചിടുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 5 വെനസ്ഡേയ്സും 4 തേഴ്സ്ഡേയ്സും വരുന്നത് പോലെ വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ നോക്കിയേ, വെനസ്ഡേയ്സ് 1 2 3 4 5. ഇവിടെ 5 വെനസ്ഡേയും ഉണ്ട്. തേഴ്സ്ഡേ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 തേഴ്സ്ഡേയും ഉണ്ട്. അപ്പം നോക്കിയേ, ഒക്ടോബർ 31 ഇവിടെ വന്നാലല്ലേ 4 തേഴ്സ്ഡേ ആവത്തുള്ളൂ. ഒക്ടോബർ 31 എന്ന് പറയുന്നത് ഇവിടെ വന്നെങ്കിൽ മാത്രമേ 5 വെനസ്ഡേയ്സും 4 തേഴ്സ്ഡേയ്സുമായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ മന്തിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് 5 വെനസ്ഡേയ്സും 4 തേഴ്സ്ഡേയ്സും കിട്ടത്തുള്ളൂ. ഇനി ചോദിച്ചിരിക്കുന്നത് 1st of October, ആ വർഷത്തിലെ, ഇത് ഏതോ ഒരു വർഷത്തിലെ ഒക്ടോബർ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 31 വരെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വരച്ചു വെച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒക്ടോബർ 1st ഏത് ദിവസമാണ്, അല്ലെങ്കിൽ ഒക്ടോബർ 1-ാം തീയതി ഏത് ദിവസമാണ്? നോക്കിയേ, ഒക്ടോബർ 1-ാം തീയതി ഏത് ദിവസമാണ്? മൺഡേ. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഈസ് മൺഡേ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.